പുതിയ മാസത്തിൻ്റെ തുടക്ക ദിവസത്തിൽ തന്നെ കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വരുവാൻ വലിയവനായ ദൈവം ഒരുക്കിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കാം, ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ദിവസങ്ങളിലൊക്കെ അനുഭവിക്കുന്ന വേറിട്ടുള്ളതായ കരുതലുകളെ ഓർത്ത് നന്ദിയുള്ളവരായിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ പല ക്ലാസ്സുകളിലായിട്ട് നമ്മുടെ കർത്താവ് പഠിപ്പിച്ച വിചാരപ്പെടരുത് എന്ന കൽപ്പനയെ അധികരിക്കുന്നതായ ആത്മീക പാഠങ്ങളാണല്ലോ ചിന്തിച്ചു വരുവാൻ ഇടയായിട്ട് തീർന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് മിക്കവാറും പറഞ്ഞ് ഉപസംഹരിച്ചതാണ്. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് ചേർത്ത് പറയണം എന്നൊരു പ്രകാശനം ഉണ്ടായതുകൊണ്ട് ഞാൻ ചുരുക്കം വാക്കുകൾ ആ ബന്ധത്തിൽ പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. 6-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തെ അധികരിച്ചുള്ളതായ ചില പാഠങ്ങൾ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഒടുവിൽ ഞാനൊരു വലിയ പ്രമാണം പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. നമുക്ക് ഇന്നുകളിൽ ജീവിക്കാം എന്ന് പറഞ്ഞാൽ നാളെക്കുറിച്ച് വിചാരപ്പെട്ട് മനം കലങ്ങി ഇന്നത്തെ ദിവസം നമ്മൾ നഷ്ടപ്പെടുത്തുന്നില്ല എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തണം. നാളത്തെ ദിവസത്തെ നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ല. നമ്മൾ നാളെ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ അസ്ഥിരമായ ഒരു കാര്യത്തെ ചൊല്ലി വിചാരപ്പെട്ട് ഇന്നത്തെ ദിവസം നമ്മൾ നഷ്ടപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരരുത് എന്നുള്ളതായ കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ ദൈവസന്നിധിയിൽ വിലയിരുത്തുന്നത് നല്ലതാണ്. നല്ല ക്രിസ്തീയ ജീവിതം തിരിഞ്ഞു നോക്കി വിലയിരുത്തി കുറവുകളെ കണ്ടെത്തുന്നതായ ജീവിതമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നാം ഓരോ ദിവസവും പിന്നിടുമ്പോൾ ഈ പിന്നിടുന്ന ദിവസം നമ്മൾക്ക് വിജയകരമായിട്ട് വിചാരപ്പെടാതെ തൃപ്തിയോടെ ജീവിക്കാനായിട്ട് സാധിച്ചോ എന്നുള്ളത് പരിശോധിക്കുവാനും സാധിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്തി പരിഹരിച്ച് മുമ്പോട്ട് പോകാനും സാധിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അതിനാവശ്യമായ ദൈവകൃപ നൽകട്ടെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, നാളത്തെ ഓർത്ത് വിചാരപ്പെടാൻ തുടങ്ങിയാൽ ഇന്നത്തെ ദിവസം അരിഷ്ടമായി പോകും. ഇത് എല്ലാ ദിവസവും അങ്ങനെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുക അരിഷ്ടതയായി തീരുവാൻ ഇടയായിട്ട് തീരും. അപ്പോൾ നമ്മുടെ ഗുരുനാഥൻ പഠിപ്പിച്ചതായ ഈ പാഠം സൂക്ഷ്മതയോടെ പ്രായോഗികമാക്കുക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. ദൈവാത്മാവ് അതിന് ആവശ്യമായ സ്വർഗീയ ജ്ഞാനം നമുക്ക് നൽകട്ടെ. മറ്റൊരു കാര്യം കൂടി പറയണമെന്നൊരു നിർബന്ധം 1-2 ദിവസമായിട്ട് എൻ്റെ മനസ്സിൽ വരിച്ചതുകൊണ്ട് അതുകൂടെ ഞാനൊന്ന് ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. സാധാരണ വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്ന ആരെങ്കിലും പറയുമോ, ഞാനാകെ വിചാരപ്പെട്ട് വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ് എന്ന് പറയാനുള്ളതായ സാധ്യത വളരെ കുറവാണ്. വിചാരപ്പെടുന്നതൊക്കെ ഉള്ളിലാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് പറയണം എന്ന് നിർബന്ധമില്ല. വിചാരങ്ങളൊക്കെ ഉള്ളിലുണ്ടെങ്കിലും നമുക്ക് അതൊന്നും ഇല്ലാത്ത നിലയിൽ ഒക്കെയുള്ള സന്തോഷത്തോടു കൂടിയൊക്കെ പോകുന്നു എന്നുള്ളതായൊരു സാക്ഷ്യം കൊടുക്കാനുള്ളതായ സാധ്യതയുണ്ട് എന്നുള്ളതായ കാര്യം ഞാൻ ഈ ബന്ധത്തിൽ ഓർക്കാനിടയായിട്ട് തീർന്നു. പലതിനെ ചൊല്ലി വിചാരപ്പെട്ടിരിക്കുന്നവരുടെ സാന്നിധ്യം ഒരു വീടിൻ്റെ അന്തരീക്ഷം പോലും തകർത്ത് കളയുവാൻ ഇടയായിട്ട് തീരും. നിങ്ങൾക്കതിനൊരു ഉദാഹരണം വേദപുസ്തകത്തിൽ നിന്ന് പറയാമോ? അത് പറയുമെന്ന് വിചാരിച്ചാണ് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത്.
ബേഥാനിയിലെ വീട് എന്ത് നല്ല വീടാണ്, വളരെ ശ്രദ്ധേയമായൊരു വീട്. പക്ഷേ അവിടെ ഒരു സഹോദരി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരുന്നു എന്നുള്ളത് കൊണ്ട് അവൾ പിന്നെ അത് വന്ന് പറയുകയും ചെയ്തു എന്ന് വിചാരിക്കുക, കർത്താവിനോട് വന്ന് പറയാനും ഇടയായിട്ട് തീർന്നു. അതുകൊണ്ട് ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷം തന്നെ മാറിപ്പോകുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്ത് ഓർപ്പിക്കുകയാണ്, ഒരു വീട്ടിൽ ഒരാൾ വിചാരപ്പെട്ടും മനം കലങ്ങിയൊക്കെ ഇരുന്നാൽ ആ വീടിൻ്റെ പൊതുവായ ആത്മീക സന്തോഷവും എല്ലാം അത് നഷ്ടമായി പോകുന്നതിന് കാരണമായിട്ട് തീരും. അപ്പം അതുകൊണ്ട് ആരൊന്നും പറഞ്ഞില്ലെങ്കിലും വിചാരപ്പെടുന്ന ആളുകളുടെ രീതികൾ നമുക്ക് പരിശോധിച്ചാൽ ആ വഴിയിലാണ് പോകുന്നതെന്നുള്ളത് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് മറ്റുള്ളവരുടെ കാര്യം മനസ്സിലാക്കാൻ പറയുന്നതല്ല കേട്ടോ. പിന്നെ നമുക്ക് തന്നെ അത് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നതാണ്. വിചാരപ്പെടുന്നവരുടെ സംസാരവും ശരീരഭാഷയും പെരുമാറ്റവും ഒക്കെ അത് വെളിപ്പെടുത്തും. അപ്പോൾ അത് സ്വാഭാവികമായി വന്ന് പോകാനുള്ളതായ സാധ്യതയുണ്ട്. അതിൻ്റെ സംസാരമൊക്കെ എന്താണെന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ ഞാൻ ഈ സദസ്സിൽ ഈ വേദിയിൽ പറയണ്ട എന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പക്ഷേ ഒരു മറുവശം പറയാം. വിചാരപ്പെടാതെ സൗമ്യതയോടെ സാക്ഷ്യം വഹിക്കുന്നത് ആരെയും അത്ഭുതപ്പെടുത്തും. ഫിലിപ്പിയർ 4:6-7 വാക്യങ്ങളിൽ ഒരു മനോഹരമായ വാക്കുണ്ടല്ലോ, നമ്മൾ കൂടെ ഓർക്കുന്നൊരു വാക്ക്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. അപ്പോൾ ഒരു വീട്ടിലുള്ള ആളുകൾ വിചാരപ്പെടാതെ വളരെ സൗമ്യതയോടെ ദൈവത്തിൻ്റെ വഴികളെ സ്വീകരിച്ച് ജീവിക്കുന്നവരാണ് എന്ന് വരികിൽ ആ സൗമ്യതയുടെ സാക്ഷ്യം ആ കുടുംബ അന്തരീക്ഷത്തെ മനോഹരമാക്കുവാൻ ഇടയായിട്ട് തീരും. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു വീട്ടിലുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ആ അനുഭവത്തിലെ പ്രധാനപ്പെട്ട ആളുമൊക്കെ ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാമല്ലോ. അപ്പോൾ ഒരു വീട്ടിൽ ഇച്ചിരി അത്യാവശ്യമായി ജോലിയുടെ ബന്ധപ്പാടിലൊക്കെ ആയിരിക്കുകയാണ്. കുറച്ച് സഹോദരന്മാർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാനുള്ളതായ ആവശ്യകത ഉണ്ട്. സഹോദരന്മാർ ഭവന സന്ദർശനത്തിനായിട്ട് വീടുകളിലൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ അയൽവക്കത്തെ വീട്ടിലൊരു സഹോദരി ഈ വീട്ടിൽ വന്നപ്പോൾ ആ വീട്ടിലെ അമ്മ വളരെ സൗമ്യതയോടെ ശാന്തമായിട്ട് ഭക്ഷണത്തോട് ബന്ധപ്പെട്ടൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരു കറി ഉണ്ടാക്കാനുള്ള ശാന്തമായൊരു ബദ്ധപ്പാടിൽ അധ്വാനത്തിൽ ആയിരിക്കുകയാണ്. ഇത് കണ്ട സഹോദരി അത്ഭുതപ്പെട്ടു പോയി. കാരണം 10-15 പേര് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ മാതാവിൻ്റെ വളരെ സംയമനത്തോടുകൂടിയുള്ളതായ പെരുമാറ്റവും ശാന്തമായ അന്തരീക്ഷത്തിലുള്ളതായ അധ്വാനവും വന്ന സഹോദരിയെ അത്ഭുതപ്പെടുത്തുവാനിടയായിട്ട് തീർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, ഏത് ബദ്ധപ്പാടിൻ്റെ നടുവിലും ഒത്തിരി വെപ്രാളമൊന്നും കൂടാതെ ശാന്തമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ നമുക്ക് ഈ മൂല്യം സൂക്ഷിക്കാനുള്ള ദൈവകൃപ ദൈവാത്മാവ് നൽകട്ടെ. അവിടെയൊക്കെ നാം തെറ്റിപ്പോകാൻ ഇടയായിട്ട് തീരുന്നത് അത് തങ്ങൾക്ക് മാത്രമല്ല, പിന്നെയോ ആ വീട്ടിലുള്ള മറ്റുള്ളവർക്കും അസ്വസ്ഥതകൾക്ക് കാരണമായിട്ട് തീരും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യനും അറിയട്ടെ എന്നുള്ള വാക്യം വായിക്കുമ്പോൾ കാര്യം ഇത്രയും വർഷങ്ങളായെങ്കിലും ഈ സംഭവവും സംഭാഷണവുമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും വരാറുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും വളരെ നന്നായിട്ട് നമ്മുടെ കർത്താവ് തന്നതായ ഈ പ്രമാണം
കൽപ്പന കൃത്യമായി ആചരിക്കുവാൻ, സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിച്ചാൽ അത് എത്രയധികം പ്രയോജനപ്പെടും. ആ സാക്ഷ്യത്തിൻ്റെ സൗരഭ്യം നമ്മുടെ ഈ ലോകത്തിൽ നിന്നും കടന്നു പോയാലും അതിൻ്റെ സൗരഭ്യം പിൻതലമുറകൾ ആസ്വദിക്കുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓർപ്പിച്ച് ആ പാഠം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഗുരുനാഥൻ്റെ കൽപ്പന നമുക്ക് വളരെ കൃത്യമായിട്ട് അനുസരിക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചൊരു കാര്യം നമ്മെക്കൊണ്ട് പറ്റാതെ വരുന്നൊരു സാഹചര്യത്തിൽ, പറ്റാതെയൊക്കെ ചിലപ്പോൾ വരാം, കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് പറ്റാതെ വരാം. നമുക്ക് പോകാനൊരു സ്ഥലമുണ്ട്. നമുക്ക് കൃപാസനത്തെങ്കിലേക്ക് ചെല്ലുവാൻ ഇടയായിട്ട് തീർന്നാൽ തത്സമയത്ത് സഹായത്തിനുള്ള കൃപ തരാമെന്ന് നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കർത്താവിനോട് പറയാം, കർത്താവ് അങ്ങ് കൽപ്പിച്ചിട്ടുണ്ട്, വിചാരപ്പെടേണ്ടെന്ന്. പക്ഷേ എനിക്കത് അത്രയും പറ്റുന്നില്ലല്ലോ കർത്താവേ, അതിനുള്ള കൃപ തരണം എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും കർത്താവ് കൃപ സമൃദ്ധിയായി പകരുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കർത്താവ് കൽപ്പിച്ചിട്ടുള്ളൊരു കാര്യം പ്രായോഗികമാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിൽ നിങ്ങൾ ആരും നിരാശപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീരരുത്. അതുകൊണ്ട് കരുണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി കൃപാസനത്തെ പ്രയോജനപ്പെടുത്തുന്നവർക്ക് ദൈവകൃപയിൽ ഏറ്റവും വിജയകരമായിട്ട് ഈ കൽപ്പനയെ അനുസരിച്ച് സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കും. പിന്നെ കൽപ്പനാ ലംഘനം, ഏത് കൽപ്പനാ ലംഘനവും എന്താണ്? പാപമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരപ്പെട്ടുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കർത്താവ് മാത്രമേ അറിഞ്ഞിട്ടുണ്ടായിരിക്കുകയുള്ളൂ. ആ കാര്യം കർത്താവിൻ്റെ സന്നിധിയിൽ സമ്മതിച്ച് ക്രമപ്പെട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. അതുകൊണ്ട് ദൈവം നമ്മുടെ ഇവിടെ ജീവിക്കുന്ന നാടുകൾ വളരെ ചുരുങ്ങിയ നാടുകളാണ്. ഈ ചുരുങ്ങിയ നാടുകൾ നമ്മുടെ പ്രാണപ്രിയൻ്റെ കൽപ്പന അതുപോലെ പ്രായോഗികമാക്കി ജീവിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കേവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. ഫിലിപ്പിയർ 4:6-7 എല്ലാവർക്കും അറിയാമായിരിക്കാം. നമ്മൾ ഇതിനകം പലവട്ടം വായിച്ചു, ഇനി വായിക്കേണ്ട ആവശ്യമില്ല. അറിയാൻ പാടില്ലാത്തവർ അത് മനപ്പാഠം പഠിക്കണം. കാരണം വിചാരപ്പെടുന്ന പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ വേദപുസ്തകം തുറന്നു നോക്കി വായിച്ചൊക്കെ ഉൾക്കൊള്ളാൻ താമസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് മനപ്പാഠം നമ്മുടെ ഹൃദയത്തിൽ ഇരുന്നാൽ നമുക്ക് ആ വചനത്തിലൂടെ ധൈര്യപ്പെടുവാനും കൃപാസനം പ്രയോജനപ്പെടുത്തി ജയാളികളായിട്ട് ജീവിക്കുവാനും സാധിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനാവശ്യമായ ദൈവകൃപ നമുക്ക് നൽകട്ടെ. നമ്മളിനി 7-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ 7-ാം അധ്യായത്തിൽ ഈ മാസത്തിൻ്റെ 1-ാം തീയതി പ്രവേശിക്കുമ്പോൾ എനിക്കൊരു വലിയ സന്തോഷമുണ്ട്. നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞ ഈ പ്രസംഗത്തിൻ്റെ 2 അധ്യായങ്ങൾ കഴിഞ്ഞ നാടുകളിലൊക്കെയായി നമുക്ക് ചെറുതായിട്ട് ധ്യാനിക്കാനും അതിലുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളാനും ദൈവം കൃപ തന്നല്ലോ എന്നുള്ളത് ഞാനെല്ലാം നന്ദിയോടും കൂടെ ഓർക്കുന്നു. താരതമ്യേന ചെറിയ അധ്യായമാണ് 7-ാം അധ്യായം. ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് അത്യാവശ്യമായ പാഠങ്ങൾ ധ്യാനിച്ച് നമ്മുടെ ഈ പഠനം ഉപസംഹരിക്കാം എന്നാണ് ദൈവകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. 7-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങളെ ഉൾപ്പെടുത്തി ഒരു തലക്കെട്ടിൽ ഒരു സന്ദേശമാണ് നമ്മൾ ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് ഇരിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെ വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോൾ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാരാ, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോൽ എടുത്തു കളക, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളവാൻ വെളിപ്പായി കാണും. അപ്പോൾ അവിടെ ഈ 7-ാം അധ്യായത്തിലേക്ക് വരും. ഈ അധ്യായ വിഭജനമൊക്കെ പിന്നെ ഉണ്ടായതാണെന്ന് നമുക്കറിയാലോ. അപ്പം നമ്മുടെ കർത്താവ് ഈ വിചാരപ്പെടരുതെന്നുള്ള കൽപ്പനയുടെ വിശദാംശങ്ങൾ പറഞ്ഞു വന്നിട്ട് ഇനി വേറൊരു കൽപ്പന ഈ വാക്യങ്ങളിൽ കൈമാറുകയാണ്. കൽപ്പന വളരെ
പ്രസിദ്ധമായിട്ടുള്ളതായ കൽപ്പനയാണ്. വിധിക്കരുത് ഒറ്റ വാക്കിലുള്ളതായ കൽപ്പനയാണ്. നമ്മുടെ കർത്താവ് ഇങ്ങനെ ഒറ്റ വാക്കിൽ പല കൽപ്പനകളും തന്നിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ലെങ്കിലും ഞാൻ ഒരു വാക്യം ഒന്ന് പരാമർശിച്ചോട്ടെ. ലൂക്കോസ് വിശേഷം 6-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ ഒരൊറ്റ വാക്കിലുള്ള കൽപ്പനയുണ്ട്. ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമെന്നൊന്ന് അറിയാൻ ആഗ്രഹം. കൊടുപ്പിൻ, ഒറ്റ വാക്കേ ഉള്ളൂ. എന്തൊരു ശക്തമായ കൽപ്പനയാണ് അവിടെ കാണുന്നത്. അതുപോലെ ആ പോർഷനിൽ തന്നെ വിടുവിക്കുവാനുള്ളതായ ഒരു കൽപ്പനയും നൽകുന്നുണ്ട്. അത് ഇംഗ്ലീഷിൽ വായിച്ചാൽ ഫൊർഗീവ്, ക്ഷമിപ്പിൻ. അപ്പോൾ ഇതൊക്കെ ഒറ്റ വാക്കിലുള്ളതായ കൽപ്പനയാണ്. അപ്പോൾ ഈ ഒറ്റ വാക്കിൽ തന്നെ എന്തോ ഒരു ശക്തമായിട്ടുള്ള കൽപ്പനകൾ നമ്മുടെ കർത്താവ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വിധിക്കരുത് എന്നുള്ളതായ വളരെ ശക്തമായൊരു കൽപ്പന നൽകിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. പിന്നെ 6 വരെയുള്ള അധ്യായങ്ങളിൽ വിശദീകരിക്കപ്പെട്ട അനേക കാര്യങ്ങളും ആന്തരികമായ മൂല്യത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ആയിരുന്നു. അത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കൊടുക്കുന്നതിലെ മനോഭാവവും അതിലെ സൂക്ഷ്മതയും വിശദീകരിച്ചു. പിന്നെ പ്രാർത്ഥനയുടെ പ്രമാണം കർത്താവ് വിശദീകരിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഓർത്തതുപോലെ വിചാരപ്പെടുന്നതിനെക്കുറിച്ചുള്ളതായ വിശദാംശങ്ങളുമൊക്കെ നൽകുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ ആന്തരികമായി ഒരു ദൈവ പൈതലിന് സൂക്ഷിക്കാവുന്നതായ മൂല്യങ്ങളാണ്. പ്രാർത്ഥിക്കേണ്ടതുപോലെ ദൈവത്തിന് പ്രസാദകരമായി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതെത്രയോ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഭിക്ഷ പോലും കൊടുക്കുമ്പോൾ ദൈവം പ്രസാദിക്കുമാറ് ആ കാര്യം ചെയ്യാൻ കഴിയുക എന്നുള്ളത് എത്രയോ മൂല്യമുള്ളൊരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതായ കാര്യം, ഇതുവരെയുള്ളതായ ഈ പ്രസംഗത്തിൽ കർത്താവ് ഈ ആന്തരികമായ മൂല്യങ്ങൾ ശരിയാം വണ്ണം സൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് എടുത്തു പറയുവാൻ ഇടയായിട്ട് തീർന്നുകൊണ്ടിരുന്നത്. പക്ഷേ 7-ാം അധ്യായത്തിൽ ഇനിയുള്ള നമ്മുടെ പഠനഭാഗത്തേക്ക് വരുമ്പോൾ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ സൂക്ഷിക്കേണ്ടുന്നതായ കൽപ്പന നൽകപ്പെടുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഇതൊരു വലിയ പ്രമാണമാണ്. അപ്പോൾ ആന്തരികമായി ദൈവസന്നിധി നല്ല മൂല്യം ഒരാൾ സൂക്ഷിക്കുമ്പോൾ ബാഹ്യമായിട്ടുള്ള പെരുമാറ്റത്തിൽ ഇടപാടുകളിലൊക്കെ ആ മൂല്യത്തോട് ചേർന്ന് വരുന്ന പ്രമാണം സൂക്ഷിക്കാനുള്ളതായ വലിയ ആവശ്യകത ഉണ്ട്. ഞാൻ പറഞ്ഞ വാചകം മുഴുവനും മനസ്സിലായോ എന്നെനിക്കറിയാൻ പാടില്ല. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഉദാഹരണം വലുതാണ് കേട്ടോ. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകളിൽ നിന്ന് തന്നെ ഞാനതൊന്ന് എടുത്തു പറയാം എന്ന് ആഗ്രഹിക്കുകയാണ്. മർക്കോസ് വിശേഷം 12-ാം അധ്യായത്തിൻ്റെ 30-31 വാക്യങ്ങളിൽ നിന്നാണ് പറയുന്നത്. നല്ല പരിചയമുള്ള വാക്യങ്ങളായതുകൊണ്ട് ഞാനത് ഇപ്പോൾ വായിക്കണ്ട എന്ന് കരുതുകയാണ്. നമ്മുടെ കർത്താവ് ഒരു ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് പറയുന്നുണ്ട്, മുഖ്യ കൽപ്പന എന്താണ്? എന്താ മുഖ്യ കൽപ്പന? നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അതാണ് മുഖ്യ കൽപ്പന. അപ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ കർത്താവിനോട് പുലർത്തുന്ന സ്നേഹത്തിൻ്റെ അളവ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് വേറെ ആർക്കും അറിയാൻ പറ്റില്ല. പക്ഷെ കർത്താവിന് വളരെ കൃത്യമായിട്ട് അറിയാം. കർത്താവ് അത് അറിയണമെന്ന് ആഗ്രഹിക്കുന്നുമുണ്ട്.
കർത്താവ് ഒരു ശിഷ്യനോട് ആവർത്തിച്ച് ചോദിച്ചല്ലോ, നീ ഇവരിൽ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഏത് ശിഷ്യനോട് ചോദിച്ചു? പത്രോസിനോട് ചോദിച്ചു. ആ ചോദ്യം തന്നെ പത്രോസിനെ പിന്നെ അങ്ങ് വിഷമിപ്പിച്ചു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ചോദ്യം ചോദിച്ചിട്ട് ഒരു കാര്യം ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് 3 വട്ടം ചോദിച്ചു. എന്നിട്ടൊരു വലിയ ഉത്തരവാദിത്വം പത്രോസിനെ ഏൽപ്പിച്ചു. എന്താ ഉത്തരവാദിത്വം? എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. ഞാൻ ആ വാക്യം വായിക്കുമ്പോൾ ഓർക്കാറുണ്ട്, ഞാൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാനുള്ളതായ ജോലി നിന്നെ ഏൽപ്പിക്കുകയാണ്. എന്തൊരു മനോഹരമായ കാര്യം! എനിക്കത് വായിക്കുകയും പറയുകയും ചെയ്യുമ്പോഴൊരു വൈകാരികത തോന്നാറുണ്ട്. കാരണം നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹം ചോദിച്ച് ഉറപ്പുവരുത്തിയാണ് ഈ വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത്. എൻ്റെ വിഷയം മാറിപ്പോകാതിരിക്കാൻ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഈ സഭാമൂപ്പന്മാരുടെ യോഗ്യതകൾ 1 തിമോഥെയോസ് 3-ാം അധ്യായത്തിലും തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിലും വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അവിടെയെല്ലാം ഈ യോഗ്യത നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഈ യോഗ്യത പറഞ്ഞിട്ടില്ല. ഈ യോഗ്യത എല്ലാവർക്കും അറിയാമെന്നുള്ളത് കൊണ്ടായിരിക്കാം പൗലോസ് അപ്പോസ്തലൻ അത് എടുത്ത് പറയാതിരുന്നത് എന്ന് ഞാൻ കരുതുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവിൻ്റെ ആടുകളെ പരിപാലിക്കുന്ന ശുശ്രൂഷ കർത്താവിന് പ്രസാദകരമായി ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത നാം കർത്താവിനെ സ്നേഹിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് കർത്താവിൻ്റെ ആടുകളെ പരിപാലിക്കേണ്ടതുപോലെ പരിപാലിക്കാനായിട്ട് കഴിയുള്ളൂ. ഞാൻ യാദൃച്ഛികമായിട്ട് അതൊന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നതായ കാര്യം, ഇവിടെ ഈ ചോദ്യത്തിന് കർത്താവ് ഉത്തരം പറയുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നതാണ് മുഖ്യമായ കൽപ്പന എന്ന് പറയുക. എന്നിട്ട് രണ്ടാമത്തെ കൽപ്പന കൂടി, പ്രാധാന്യത്തിൽ രണ്ടാമത്തേത് കൂടി കർത്താവ് പറഞ്ഞു. അത് ശരിക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. മുഖ്യ കൽപ്പന ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ കർത്താവ് ഉത്തരം പറഞ്ഞപ്പോൾ ഏതും കൂടെ പറഞ്ഞു. രണ്ടാമത്തേത് അതിനോട് ഒത്തുവരുന്നു. എന്താ രണ്ടാമത്തേത്? കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം, ഒരു ദൈവ പൈതൽ ദൈവസന്നിധിയിലുള്ള തൻ്റെ നിലവാരം ദൈവത്തിന് പ്രസാദകരമായി സൂക്ഷിക്കുമ്പോൾ തന്നെ തൻ്റെ സഹവിശ്വാസികളോടും സഹജീവികളോടുമുള്ളതായ ആ പെരുമാറ്റം ശരിയായി സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. ഇത് വേദപുസ്തകത്തിൽ ഉടനീളം നമ്മൾ കാണുന്നതായ അനുഗ്രഹീതമായൊരു സത്യമാണ്. പക്ഷെ പല വിശ്വാസികളും ഇതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാതെ തെറ്റായി ജീവിച്ചു പോകുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളതായൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ഇവിടെ എന്ത് ചേർത്ത് പറയുന്നത്, ഒരാൾ വിചാരപ്പെടാതെ വളരെ സൗമ്യതയോടെയൊക്കെ ദൈവം മുമ്പാകെ ജീവിക്കുന്നു. പക്ഷേ ഇയാൾക്ക് എപ്പോഴും ജോലി കൂട്ടു സഹോദരന്മാരെ വിധിക്കുന്നതാണെങ്കിൽ അതെന്തൊരു സങ്കടകരമായ കാര്യം ആയിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മുടെ കർത്താവ് വിലക്കിയിട്ടുള്ളൊരു കാര്യമാണത്. വിധിക്കരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംഭാഷണങ്ങളിൽ നിന്ന് ഇതൊന്നും മാറ്റിയെടുക്കാനായിട്ട്, ഒഴിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്നത് നല്ലതാണ്. ചിലർക്ക് ഇത് ഒഴിച്ചാൽ പിന്നെ ഒന്നും പറയാനില്ല, പിന്നെ അവർ മിണ്ടാതിരിക്കാനേ പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വരരുത്. വേറെ പറയാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ഈ പ്രസംഗത്തിൽ വളരെ കാതലായി നൽകിയിട്ടുള്ളതായ ഈ കൽപ്പനയോട് പ്രായോഗിക തലത്തിൽ അനുസരണം കാണിക്കാനായിട്ട് സാധിക്കട്ടെ. ഇതിലൊക്കെ ചില ജയാളികളെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരെൻ്റെ മനസ്സിലുണ്ട്. നമുക്കും അങ്ങനെ ജയാളികളായിട്ട് ജീവിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കട്ടെ. ഇനി ഞാനതിൻ്റെ പ്രാധാന്യത്തിൽ ഒരു വേദഭാഗം കൂടി ഒന്ന് പരാമർശിക്കുകയാണ്. ഇപ്പോൾ 10 കൽപ്പനകളെ കർത്താവ് മർക്കോസ് 12-ൽ 2 ചുരുക്കി.
ഇനി ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഈ 2 കൽപ്പനയെ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ ഏകവാക്യത്തിലേക്ക് സംക്ഷേപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഗലാത്യർ 5-ന്റെ 14-ാമത്തെ വാക്യം, നമുക്കെല്ലാം അറിയാവുന്ന വാക്യം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. അപ്പം ഞാൻ ഓർപ്പിക്കട്ടെ, ഈ തിരുവെഴുത്തിൽ കൂട്ടുകാരനോടുള്ള സ്നേഹം, അവനോടുള്ളതായ കടപ്പാടുകൾ എന്നുള്ളത് എത്രയോ പ്രാധാന്യത്തോടു കൂടിയാണ് വിശദീകരിക്കപ്പെട്ടിരിക്കുന്നതായി നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഗിരിപ്രഭാഷണത്തിൽ മാത്രമല്ല ഇതിൻ്റെ പ്രതിപാദനം നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ വളരെ കൃത്യമായി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദേശം ഉൾക്കൊള്ളാൻ ഇത്രയും വിശദീകരണം മതിയെന്നാണ് എൻ്റെ വിചാരം. എങ്കിൽ ഒരു പരിചയമുള്ള വാക്യം കൂടി ഞാനൊന്ന് പരാമർശിക്കാമെന്ന് കരുതുകയാണ്. റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം ഈ സത്യത്തെ ഉറപ്പിക്കുന്നതാണ്. ഒന്ന് വായിച്ചോ വാക്യം. റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. എന്ത് മനോഹരമായൊരു സത്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വാക്യത്തിൽ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തുക, അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാകുന്നവനും തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ 7-ാം അധ്യായത്തിലെ കൽപ്പന പഠിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ മനുഷ്യർക്ക് കൊള്ളാകുന്നവരായിട്ടിരിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താം. ഈ കൽപ്പന ലംഘിച്ചാൽ നമ്മൾ മനുഷ്യർക്ക് കൊള്ളാകുന്നവരായിരിക്കില്ല, നമ്മൾ പലർക്കും വേദന ഉളവാക്കുന്നവരായി തീരും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരു റെഫറൻസിൻ്റെ എഴുതിയിട്ടുള്ളൂ. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം. പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയും അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. ഇതുവരെ വായിച്ച വാക്യങ്ങളുടെ എല്ലാം ക്രമത്തിലാണെങ്കിൽ ഈ വാക്യത്തിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്നതാണ് ആദ്യം പറയേണ്ടത്. ദൈവഭക്തി എന്ന് പറഞ്ഞാൽ ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതാണ്. പിന്നെ യാക്കോബിൻ്റെ പ്രതിപാദനത്തിനൊരു പ്രത്യേകതയുണ്ടല്ലോ. യാക്കോബ് വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അതോട് ചേർത്ത് എന്തും കൂടെ പറയും, പ്രവൃത്തിയും പറയും. അതുകൊണ്ട് ഇവിടെ യാക്കോബ് പ്രവൃത്തി പറഞ്ഞാണ് ഈ കാര്യം തുടങ്ങുന്നത്. പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയും അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ 6ഉം 7ഉം അധ്യായങ്ങൾ തമ്മിലൊരു ബന്ധം എന്നുള്ളത് ആന്തരികമായി ദൈവസന്നിധിയിൽ നല്ല നില സൂക്ഷിക്കുന്നൊരു ദൈവ പൈതൽ തൻ്റെ സഹവിശ്വാസികളോട്, തൻ്റെ സഹജീവികളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പെരുമാറ്റം നന്നാക്കി ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. ആരോ ഒരു പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം കേട്ടിട്ടുണ്ട്. ഒരു പടയാളി അവൻ തോക്കൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ അവന് ഉറങ്ങുമ്പോൾ നെപ്പോളിയൻ്റെ പടയാളിയാണ്. അപ്പോൾ അവനോട് വിളിച്ച് ചോദിച്ചു, നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു അവൻ്റെ പേര് നെപ്പോളിയൻ എന്നാണ്.
അപ്പോൾ അദ്ദേഹം നെപ്പോളിയൻ പറഞ്ഞു എന്നാണ്, നീ ഒന്നുകിൽ നിൻ്റെ പെരുമാറ്റം മാറ്റണം അല്ലെങ്കിൽ പേര് മാറ്റണം. കാരണം ഈ പെരുമാറ്റം കൊണ്ട് ഈ പേര് നീ വഹിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, നിന്ന് ഉറങ്ങിയതിൻ്റെ കുഴപ്പമല്ല, നിന്നൊക്കെ ഞാനും ചിലപ്പോൾ ഉറങ്ങിയിട്ടുള്ള ഒരാളാണ്, അത് തള്ളിക്കളയുന്നില്ല. പക്ഷേ നമ്മുടെ പെരുമാറ്റം നമ്മുടെ പേരിനനുസരിച്ച് ആയിരിക്കണം. നാം ദൈവമക്കളാണ്, എന്തൊരു വിശേഷപ്പെട്ട പദവിയിലേക്ക് വന്നിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമുക്ക് അതിനനുസൃതമായി നമ്മുടെ പെരുമാറ്റം ഇരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് നൽകുന്ന ഈ കൽപ്പന നൽകുന്ന അടിസ്ഥാനപരമായിട്ടുള്ളതായ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ 7-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുള്ള കൽപ്പന നമ്മളെല്ലാവരും ഇന്ന് രാത്രി മുതൽ അങ്ങ് അനുസരിക്കാമെന്ന് വിചാരിച്ചാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബാന്തരീക്ഷവും സഭാന്തരീക്ഷവും ഒക്കെ സമൂലമായിട്ടും രൂപാന്തരപ്പെടുവാൻ ഇടയായിട്ട് തീരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇനി ഞാൻ അതിൽ നിന്ന് ഒരു കാര്യവും കൂടെ ഒന്ന് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എന്തിനാണ് ഈ കൽപ്പന അനുസരിക്കുന്നത്? അപ്പോൾ ഞാനിന്ന് പലവട്ടം ഈ വാക്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ എന്നെ ഏറ്റവും ആകർഷിച്ചൊരു കാര്യം അതാണ്. നമ്മുടെ കർത്താവ് വിധിക്കരുത് എന്ന് കൽപ്പിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്താണ് എന്നുള്ളത് നമുക്ക് ഈ ആദ്യ വാക്യങ്ങളിൽ വായിക്കാൻ പറ്റുന്നുണ്ട്. അത് വലിയ കൂലങ്കഷമായ അപഗ്രഥനമൊന്നും വേണ്ട, ഒറ്റ വായനയും മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് ആദ്യം വായിച്ചപ്പോൾ മനസ്സിലായി കാണും. എങ്കിലും ഈ ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്നുകൂടെ നമുക്ക് വായിക്കാം. എന്തിനാണ് ഈ കൽപ്പന അനുസരിക്കുന്നത്? 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. അപ്പോൾ അവിടെ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ ക്ലിയറാണ്. എന്തിനാണ് വിധിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഒരു ഉത്തരമേ ഇവിടെ നമ്മുടെ കർത്താവ് പറയുന്നുള്ളൂ. കർത്താവ് പറഞ്ഞ ഉത്തരമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വേറെ പല ഉത്തരങ്ങളും ഒക്കെ നമുക്ക് അറിയാം. എന്തിനാണ് കർത്താവ് ഇത് പറഞ്ഞത്, ഈ കൽപ്പന കൊടുത്തത്? നിങ്ങൾ വിധിക്കരുത്. കാരണം വിധിച്ചാൽ നിങ്ങൾ വിധിക്കപ്പെടുന്നതിനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ആളുകളെ വിധിക്കാൻ വഴങ്ങി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മളെ ആളുകൾ വിധിച്ചാൽ നമുക്ക് ഇഷ്ടമാണോ? ഇഷ്ടമല്ല. നമ്മളെക്കുറിച്ച് അങ്ങനെ കുറ്റമായിട്ടോ നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ വിമർശനമായിട്ടോ ഒക്കെ വേറെ ആരെങ്കിലും പറഞ്ഞു എന്ന് കേൾക്കുന്നത് നമുക്ക് വളരെ പ്രയാസമാണ്. അപ്പോൾ ഈ പ്രയാസം മറ്റേയാൾക്ക് ഉണ്ടെന്നുള്ളത് നമ്മൾ വിധിക്കുമ്പോൾ അങ്ങനെ ഓർക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നതായ ഈ വലിയ സത്യം എല്ലാ പ്രാധാന്യത്തിലും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഒരു നല്ല വശമുണ്ട്. ഇപ്പോൾ ഈ കൽപ്പന വളരെ കൃത്യമായിട്ട് ഒരാൾക്ക് അനുസരിച്ച് ജയാളിയാകാൻ സാധിച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്? ആ ആൾ വിധിക്കപ്പെടുകയില്ല. പിന്നെ എത്ര നന്നായിട്ട് കിടന്നാലും കുറ്റം പറയുന്ന ആളുകളൊക്കെ കാണും. നമ്മുടെ കർത്താവിനെ കുറ്റപ്പെടുത്തിയെങ്കിൽ അങ്ങനെ കുറ്റപ്പെടുത്തുമായിരിക്കാം. അതൊന്നും നമുക്ക് നഷ്ടങ്ങളല്ല, അതൊക്കെ നമ്മുടെ പ്രതിഫലം വർദ്ധിപ്പിക്കുന്നതായ കാര്യങ്ങളാണ്. എന്നാൽ നമുക്ക് ഈ കൽപ്പന അനുസരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് എത്രയോ അനുഗ്രഹീതമായ കാര്യമാണ് എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ നിന്ന് ഒരു കാര്യം മാത്രം ഞാനൊന്ന് പറഞ്ഞ് ഇന്നത്തെ പാഠം അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുക. വായിച്ച് നിർത്തേണ്ട ഒടുവിലത്തെ വാചകം, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. അപ്പോൾ ഈ വാചകം നമ്മൾ വായിക്കുമ്പോൾ വേറെ പല കാര്യങ്ങളുമൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരിക.
ഇതാണ് ഇതിലെ കാര്യം എന്നുള്ളത് ചിലപ്പോൾ നമ്മളുടെ ഓർമ്മയിൽ തന്നെ വരാൻ പ്രയാസമാണ്. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്നു കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് വേറെ എന്തെല്ലാം ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും. പക്ഷെ ഇന്ന് പകൽ എന്നെ ഭരിച്ചൊരു കാര്യം, നമ്മുടെ കർത്താവ് ഇവിടെയാണ് ഈ കാര്യം പറയുന്നത്. നിങ്ങൾ വിധിച്ചാൽ പ്രിയപ്പെട്ടവരെ നിങ്ങളും വിധിക്കപ്പെടും എന്നുള്ളത് വളരെ കൃത്യമായി നമ്മുടെ കർത്താവ് മുന്നറിയിപ്പ് തരികയാണ്. അതിലെ അളവ് എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയൊരു കാര്യമാണ്. കാരണം നിങ്ങൾ ഏതളവിലാണോ വിധി വിതയ്ക്കുന്നത് അതേ അളവിൽ തന്നെ വിധയും കൊയ്ത്തും അതുകൊണ്ട് കുറച്ച് കൂടുകയും ചെയ്യുമല്ലോ, അത് തിരിച്ചു വരും എന്നുള്ളതായ കാര്യം എത്രയോ ശക്തമായിട്ടാണ് നമ്മുടെ കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നതായി നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ഈ പ്രതിപാദനത്തിലെ പ്രത്യേകത ഉൾക്കൊണ്ട് സൂക്ഷ്മതയോടെ മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പം ഞാനിവിടെ 2-3 കാര്യമൊന്നും വിശദീകരിച്ചെങ്കിലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഓർത്തു ഇതൊക്കെ മറ്റ് വേദികളിൽ നമ്മൾ ധാരാളം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിശദീകരിക്കാതെ ഒരു 3 കാര്യങ്ങളുടെ ലിസ്റ്റ് ഇന്ന് നിങ്ങളോട് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ബന്ധം ആ അളവിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ അത് ഞാനൊന്ന് പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ തന്നെ അത് ചിന്തിക്കുവാൻ ഇടയായിട്ട് തീരണം, അതിനെക്കുറിച്ച് ധ്യാനിക്കണം. അതിനുവേണ്ടി ഞാനൊരു 3 കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് പറയാം. ഒന്ന്, ഇപ്പോൾ നമ്മൾ വായിക്കുന്ന പോർഷനിൽ നിന്നാകട്ടെ 2 മാസമായല്ലോ നമ്മളിവിടെ ഇപ്പോഴത്തെ ഈ പോർഷൻ വായിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഈ വലിയ അളവിൻ്റെ ഒരു പ്രമാണം 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ വാക്യം പറഞ്ഞാൽ മതിയായിരിക്കും. 21-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ ദൈവം മനശ്ശയുടെ പാപത്തെ ശിക്ഷിക്കുമ്പോൾ അവിടെ ഒരു അളവ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. വായിക്കണോ? 2 മാസമായിട്ട് വായിക്കണേയല്ലേ, എന്നാലൊന്ന് വായിച്ചോളൂ. വായിച്ച് മാത്രം പോകാം. അവൻ്റെ അളവിൻ്റെ പ്രത്യേകതയൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ അതൊക്കെ ഇവിടെ പ്രസംഗിച്ച് കാണുമായിരിക്കാം, അതൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. 21:13 അപ്പോൾ അവിടെ ദൈവം നടത്തുന്ന ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ പാപത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച് വിശദീകരിക്കുന്നത് ശമര്യയുടെ അളവ് നൂലും ആഹാബ് ഗൃഹത്തിൻ്റെ തൂക്കുകട്ടയും പിടിക്കും എന്ന് പറഞ്ഞാൽ കഠിനമായ ശിക്ഷയുടെ വഴിയിലൂടെ കടന്നുപോയ ജനത്തിൻ്റെ ആ അളവിൽ തൻ്റെ ജനത്തെ യെരൂശലേമിനെ ദൈവം സന്ദർശിക്കുന്നു എന്നുള്ളതായ കാതലായ സത്യം നമ്മൾ കാണുകയാണ്. വിശദീകരിക്കാൻ പോകുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പാപങ്ങൾ ശിക്ഷിക്കപ്പെടുമ്പോൾ അതിൻ്റെ കൃത്യമായ അളവിലാണ് ശിക്ഷിക്കപ്പെടുന്നത്. അത് നമുക്കെപ്പോഴും മനസ്സിൽ കരുതാം. ലൂക്കോസ് 6:38 ഞാൻ ഒന്നോടെ പറയുകയാണ്. അവിടെയും ഒരളവ് നമ്മൾ കാണുന്നുണ്ട്. അത് നമുക്ക് ഈ 1-ാം തീയതിയൊക്കെ ഓർക്കാവുന്നതായൊരു കാര്യമാണ്. ഒന്ന് വായിച്ചേ, ലൂക്കോസ് 6:38. എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തിക്കുലുക്കി കവിയുന്നത് നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളവ് കിട്ടും. എന്ത് കൃത്യമായിട്ടാണ് നമ്മുടെ കർത്താവ് പറയുന്നത്. കൊടുപ്പിൻ എന്നുള്ളതായി കൽപ്പന, ഒറ്റ വാക്കിലെ കൽപ്പന ആദ്യം പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ വിശദീകരണം പറയുകയാണ്. കൊടുപ്പിൻ എന്നൊരു കൽപ്പനയാണ്. പിന്നെ വാഗ്ദത്തം പറയുമ്പോൾ നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. ഈ സാമ്പത്തികമായ കാര്യങ്ങളുമൊക്കെ നമ്മൾ സാധാരണ നിലയിൽ ഒരു ദിവസം അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ മാസത്തിലൊരിക്കൽ ഇവാലുവേറ്റ് ചെയ്യുന്നതാണല്ലോ കുറച്ചുകൂടി എളുപ്പം. ശമ്പളമൊക്കെ മാസത്തിലൊരിക്കലാണല്ലോ വാങ്ങാനിടയായിട്ട് തീരുന്നത്. അതുകൊണ്ടാണല്ലോ ഞാൻ 1-ാം തീയതിയുടെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഓരോ മാസവും പിന്നിടുമ്പോഴും ഈ മാസത്തിൽ എന്ത് കൊടുത്തു, ഈ അളവിനനുസരിച്ച് കർത്താവ് തിരിച്ചേൽപ്പിച്ചോ എന്നുള്ള കാര്യങ്ങളുമൊക്കെ പ്രാർത്ഥനാപൂർവം വിലയിരുത്തുന്നത് നല്ലതാണ്. അതുകൊണ്ട് സാമ്പത്തികമായ കാര്യങ്ങളിൽ
നമ്മൾ കണക്കിനൊത്തിരി പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിലും നമ്മൾ വളരെ കൃത്യമായി കണക്ക് സൂക്ഷിക്കണം. പൗലോസ് പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പൗലോസിൻ്റെ ആഗ്രഹം എന്തിനാ വിശ്വാസികളെ കൊടുക്കുന്ന കാര്യം പഠിപ്പിക്കുന്നതെന്നറിയാമോ? പഠിപ്പിക്കുന്നത് തനിക്ക് കിട്ടാൻ വേണ്ടി അല്ലാന്നും പറയുന്നുണ്ട്. പിന്നെയോ, നിങ്ങളുടെ കണക്ക് സ്വർഗത്തിൽ നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ കണക്ക് നോക്കുമ്പോൾ ധാരാളം ഫലം നിങ്ങളുടെ അക്കൗണ്ടിൽ അവിടെ കാണേണ്ടതിന് വേണ്ടിയാണ് ഇത് പറയുന്നതെന്ന് ഓർപ്പിക്കുക. ഞാനും അങ്ങനെ പറയുന്നതാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ നമ്മൾ കിട്ടുന്നതിൽ ഏതളവിൽ ഈ കൽപ്പനയെ അനുസരിക്കുന്നു എന്നുള്ളതൊക്കെ വളരെ പരമാർത്ഥമായി പരിശോധിച്ച് വല്ല തിരുത്തലുകളൊക്കെ വരുത്തേണ്ടതാണെങ്കിൽ വരുത്തുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഒരു റെഫറൻസോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇത് നല്ല പരിചയമുള്ളതാണ്, ഞാൻ കൂടെ പറയാറുള്ളതാണ്. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ അവിടെ സമൂഹത്തിൽ നിന്ന് കാണുന്ന വളരെ ഗൗരവതരമായൊരു പാപത്തെക്കുറിച്ചാണ് അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നത്. വേഗം ഒന്ന് വായിക്കാം. 18-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ മർമ്മം പകുതിയ ബാബിലോണിൻ്റെ പാപത്തെക്കുറിച്ചാണ് പറയുന്നത്. മർമ്മം പകുതിയ ബാബിലോണിൻ്റെ പാപം വിശ്വാസികളായി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. 18-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ദൈവമക്കൾക്കൊരു ശക്തമായ പ്രബോധനമുണ്ട്. ഓർക്കുന്നുണ്ടോ അത്? എൻ്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ട് പോരുകയും. അപ്പോൾ ദൈവമക്കളായ നമുക്കും അതിനകത്ത് സന്ദേശമുണ്ട്. അപ്പോൾ അവിടെ പറയുന്നതായ കാര്യം, അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി പുളച്ചിടത്തോളം അവൾക്ക് പീഡയും ദുഃഖവും കൊടുപ്പിൻ. ആ വാക്യം ഇംഗ്ലീഷ് വേർഷനിൽ വായിക്കുന്നത് എന്നെ അനേക വർഷങ്ങൾക്ക് മുമ്പ് സ്പർശിച്ചതായൊരു വാക്യമാണ്. അതോടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇൻ ദ മെഷർ ദാറ്റ് ഷീ glorified herself and lived luxuriously, in the same measure give her torment and sorrow. എന്നെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ശക്തമായി സ്മരിച്ചതായൊരു വാക്യമാണത്, ഒരു വാചകമാണത്. അപ്പോൾ ഇന്ന് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നൊരു വാക്ക് അതിനകത്തുണ്ട്, ലക്ഷറി. ചില അപ്പാർട്ട്മെൻറ്റുകളിലെയൊക്കെ പരസ്യങ്ങൾ ചില സ്ഥലത്ത് വച്ചിരിക്കുന്ന ബിയോണ്ട് ലക്ഷറി എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ആഡംബരത്തിനെയും അപ്പുറത്താണ് എന്ന് പറഞ്ഞാണ് പരസ്യം കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവർ, അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കർത്താവ് വ്യക്തമാക്കുന്നതായ കാര്യം, ഏതളവിൽ ആഡംബരം വിതച്ചുവോ അതേ അളവിൽ പീഡയും ദുഃഖവും കൊയ്യേണ്ടതായിട്ട് വരും. ഈ മത്തായിയുടെ ആദ്യവാക്യങ്ങളിൽ കർത്താവ് ഈ അളവിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ 2-3 അളവിൻ്റെ കാര്യം ഒന്ന് പരാമർശിച്ചെന്നേ ഉള്ളൂ. നമുക്കതൊക്കെ ധ്യാനിക്കാം. ഈ നാളുകളിൽ നമ്മുടെ പ്രാണപ്രിയം പറഞ്ഞിട്ടുള്ളതായ വാക്കുകൾ അതുപോലെ സൂക്ഷിച്ച് നമുക്ക് ജീവിക്കാം. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ 2 രാജാക്കന്മാരുടെ കാലത്തുണ്ടായ ഉണർവിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളല്ലേ. കഴിഞ്ഞ 2 മാസമായിട്ട് ഹിസ്കിയാവിൻ്റെ കാലത്തുണ്ടായ ഉണർവും യോശിയാവിൻ്റെ കാലത്തുണ്ടായ ഉണർവും അല്ലേ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണർവിൻ കാലത്തിൻ്റെ ഒരു പ്രത്യേകത, ഉണർവിൻ കാലത്ത് ദൈവത്തിൻ്റെ ജനം ദൈവം കൊടുത്ത വചനം വിട്ട് അവർ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെയാണ് ജീവിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ നാളുകളിൽ ഈ മാതൃകയെ പിൻപറ്റിക്കൊണ്ട് ദൈവം തന്ന പ്രമാണങ്ങളെ വളരെ കൃത്യമായി അനുസരിച്ച് അതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ കൃത്യമായി സൂക്ഷിച്ച് ഈ തലമുറയിൽ ജീവിച്ച് നമ്മുടെ പ്രാണപ്രിയൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.